പരം ശാന്തി. അധ്യായം 9. ആത്മാക്കളുടെ ലോകവും നക്ഷത്രങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയും. ഒരു സമയത്ത് ദേവതകൾ മനുഷ്യരൂപം ധരിച്ച് ഉയർന്ന ലോകങ്ങളിൽ നിന്ന് ഭൂമിയിൽ വന്നിരുന്നു. അവർ 3 തത്വങ്ങളിൽ നിന്നും 5 തത്വങ്ങളുടെ ശരീരം സ്വീകരിച്ചിരുന്നു. അവർക്ക് ഗർഭത്തിലൂടെ ജന്മമെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ അതിന് പ്രമാണം ലഭിക്കുന്നുണ്ട്. നാരദമുനിയും ഇങ്ങനെ മുഴുവൻ ബ്രഹ്മാണ്ഡങ്ങളിലും കറങ്ങിയിരുന്നതായി നമുക്ക് അറിയാം. ഒരൊറ്റ നിമിഷത്തിൽ തന്നെ വ്യത്യസ്ത ലോകങ്ങളിൽ സഞ്ചരിച്ചിരുന്നു. വിഷ്ണുപുരി, ഭൂമി, പാതാളലോകം തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും വ്യക്തത്തിൽ നിന്ന് അവ്യക്ത രൂപത്തിൽ സഞ്ചരിച്ചിരുന്നു. നാരദൻ പരംധാമത്തിൽ പ്രവേശിച്ചിരുന്നില്ല. കാരണം അതിന് നിരാകാരി അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. ദേവതമാർ അവരുടെ ദിവ്യ വിമാനത്തിൽ ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചിരുന്നതായി കഥകളുണ്ട്. ദേവതകളുടെ അടുത്ത് പരംതത്വത്താൽ നിർമ്മിതമായ വിമാനങ്ങളുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ പക്കൽ ഗരുഡൻ്റെ ആകൃതിയിലുള്ള വാഹനവും ഉണ്ടായിരുന്നു. ബ്രഹ്മാവ് ബ്രഹ്മലോകത്തു നിന്നും ഹംസസമാന ആകൃതിയിലുള്ള വിമാനം പറത്തി ഭൂമിയിലും മറ്റു ലോകങ്ങളിലും സഞ്ചാരം നടത്തിയിരുന്നു. മഹാബലിയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തുന്നതിനായി വിഷ്ണു ചെറിയ വാമന രൂപം ധരിച്ചിരുന്നു. ഇപ്രകാരം പല ദേവതകളും പ്രവർത്തിച്ചിട്ടുണ്ട്. ത്രിലോകനാഥനായ രാവണൻ്റെ അടുത്ത് വായുതത്വത്താൽ നിർമ്മിതമായ വിമാനമുണ്ടായിരുന്നു. ഈ വിമാനത്തിൽ രാവണൻ 3 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ചിരുന്നു. രാവണൻ്റെ പക്കൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരെ വായുതത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും യാത്രക്കാർക്കനുസരിച്ച് വിമാനം ചെറുതും വലുതുമാക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു. കേവലം ഒരു സങ്കല്പം കൊണ്ട് ഊർജം ഉൽപ്പന്നമായിരുന്നു. ആ ഊർജം കൊണ്ട് വായുമണ്ഡലത്തിൽ വിമാനം പ്രത്യക്ഷമായിരുന്നു. സങ്കല്പം ഒരു ഊർജ തരംഗമാണ്. വായുമണ്ഡലത്തിലെ പരമാണുക്കളെ തൻ്റെ സങ്കല്പ ഊർജം കൊണ്ട് രൂപം നൽകിയിരുന്നു. ആത്മാവ് എത്രമാത്രം ശക്തിശാലിയാണോ സങ്കല്പത്തിന് അത്രമാത്രം കഴിവുണ്ടായിരിക്കും. വിമാനത്തിലിരിക്കുന്ന മനുഷ്യൻ സങ്കല്പം ദ്വാര വ്യക്തത്തിൽ നിന്നും അവ്യക്തമാകുമായിരുന്നു. പിന്നീട് സങ്കല്പപ്രകാരം വിമാനം വായുവിൽ വിലീനമാകുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥവും പരമമായ സത്യവുമാണ്. പണ്ട് ദേവതകൾക്കും മനുഷ്യർക്കും ഇത്രയും ശക്തി ഉണ്ടായിരുന്നു. മഹാഭാരതകാലത്ത് ദേവീ ദേവതമാർ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു എന്നും ഒരു പ്രത്യേക മന്ത്രം ജപിക്കുന്ന മാത്രയിൽ അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു. ദേവതമാരിൽ മുഖ്യരായവർ ഇന്ദ്രൻ, 2 അശ്വിനികുമാരന്മാർ, 12 ആദിത്യഗണങ്ങൾ, 11 രുദ്രഗണങ്ങൾ, സൂര്യമിത്രൻ, വിഷ്ണു, ശിവൻ, സതി, സരസ്വതി, ലക്ഷ്മി, ഉഷ, സവിത, മൃത്യു, സജീവ്, ദ്രോണാചാര്യ എന്നിവരായിരുന്നു. ഗംഗ എന്നൊരു ദേവി ഉണ്ടായിരുന്നു. ഗംഗ ശിവനിൽ നിന്നും ശാപം ഗ്രസിച്ച് ഭൂമിയിൽ അയക്കപ്പെട്ടു. സ്വയത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും പാപങ്ങളുടെയും പരിഹാരമായി ദേവതകളെ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. അങ്ങനെ അവർ ഭൂമിയിലെ വേദനകളെയും വിഷമങ്ങളെയും സഹിച്ച് പാപങ്ങളെ കഴുകിക്കളയുകയും തിരിച്ച് ദേവലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തിരുന്നു. ദേവതകൾ ഭൂമിയിൽ വരുമ്പോൾ പരം തത്വത്തിൻ്റെ ഗോളത്തിനുള്ളിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് സ്ഥൂല തത്വത്തിൻ്റെ നെഗറ്റിവിറ്റി അവരെ ബാധിച്ചിരുന്നില്ല. പരംപ്രകാശത്തിൻ്റെ ആവരണം ഉണ്ടായിരുന്നതിനാൽ സുരക്ഷാ കവചം അഥവാ ആൻറ്റി ഗ്രാവിറ്റി പ്രവർത്തിച്ചിരുന്നു. കുറച്ച് രഹസ്യങ്ങൾ. ബാപ്പുജി തൻ്റെ ദിവ്യദൃഷ്ടിയിൽ പല രഹസ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അവ ഉയർന്ന ലോകങ്ങളെയും ബ്രഹ്മാണ്ഡങ്ങളെയും ഗാലക്സികളെയും അനന്തമായ ബ്രഹ്മാണ്ഡങ്ങളെയും കുറിച്ചായിരുന്നു. ബാപ്പുജി പറയുന്നു, തൊട്ടടുത്ത ഗാലക്സിയിലെ മന്ദാകിനി നമ്മുടെ ഭൂമിയിൽ വന്നിരുന്നു, പിന്നീട് തിരിച്ചുപോയി. ധ്രുവനക്ഷത്രവും നമ്മുടെ ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്തിട്ടുണ്ട്. സുസ്ഥിരമായും സ്ഥാനമാറ്റമില്ലാതെയും നിലനിൽക്കുന്നതിനുള്ള വിഷ്ണുവിൽ നിന്നും നേടിയിട്ടുണ്ട്. സ്കന്ദപുരാണത്തിൽ ധ്രുവതാരത്തിന് സ്വയം പ്രകാശിത ഗ്രഹങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. നാം കാണുന്ന ധ്രുവനക്ഷത്രവും ഒരു ബ്രഹ്മാണ്ഡമാണ്. ഈ ബ്രഹ്മാണ്ഡം നാം വസിക്കുന്ന ബ്രഹ്മാണ്ഡത്തേക്കാൾ വളരെയധികം വലിയ ഒരു ബ്രഹ്മാണ്ഡമാണ്. അവിടെ
7 മുതൽ 8 കല വരെ പരംപ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. അതായത് സാധാരണ ഒരു ബ്രഹ്മാണ്ടത്തെ അപേക്ഷിച്ച് വളരെയധികം ശക്തിമത്താണ്. ഇത് ബാപ്പുജി തൻ്റെ ദിവ്യദൃഷ്ടിയാൽ ദർശിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. സപ്തർഷികളും ഭൂമിയിൽ ജന്മമെടുത്തിരുന്നു. ഋഷികളായി തന്നെ അവർ ഇവിടെ ജീവിച്ചു. പിന്നീട് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി. മറ്റു ഗ്രഹങ്ങളിൽ അവിടെയുള്ളവർ മറ്റുള്ളവരുടെ ഗ്രഹങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കറങ്ങി നടക്കുകയല്ലാതെ മറ്റൊരു ജോലിയുമില്ല. എന്നാൽ അവർ ഭൂമിക്ക് 200 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നില്ല. അവർ സ്വർഗലോകത്തിന് താഴെ പോലും വരാറില്ലായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു, അഥവാ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ വന്നാൽ ഒരുപക്ഷെ ഇവിടെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. 16നും 20നും മധ്യേ പ്രകാശശക്തിയുള്ള ആത്മാക്കൾക്ക് ഒരു യൂണിവേഴ്സിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിലേക്ക് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കാൻ കഴിയും. ആത്മാവിൻ്റെ കല അഥവാ പവറിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിന് എത്രമാത്രം സ്പീഡിൽ പോകാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്നത്. ആത്മാവ് നിരാകാരി അവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ കുറച്ച് പവർ ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ സമയവും വളരെ കുറച്ചു മാത്രം ചെലവഴിക്കപ്പെടുന്നു. ചില ആത്മാക്കൾ ഒരുമിച്ച് ബിന്ദു രൂപത്തിൽ യൂണിവേഴ്സുകൾ തോറും യാത്ര ചെയ്യുന്നു. ഇതിന് അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് പ്രകാശഗോളങ്ങൾ. സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശക്തി ഉപയോഗിക്കപ്പെടുന്നു. സ്പീഡും കുറയുന്നു. ഒരു കലയുടെ ആത്മാവിന് ഒരു ബ്രഹ്മാണ്ടത്തെ 1 സെക്കൻഡിൻ്റെ ട്രില്യണിൽ 1 ഭാഗം സമയം കൊണ്ട് മറികടക്കാൻ സാധിച്ചിരുന്നു. അന്ത്യസമയത്ത് ആത്മാവിന് പരംപ്രകാശം കൂടുതൽ നൽകി കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും ബാപ്പുജി പറഞ്ഞിട്ടുണ്ട്. 100 കല ആത്മാവിന് 200 കലയുടെ ബ്രഹ്മാണ്ടത്തിൽ പോകണമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്താൻ കഴിയുന്നു. ബാപ്പുജി പറയുന്നു, നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ സൂക്ഷ്മലോകത്തിലും കാരണലോകത്തിലും പരംധാമത്തിലും അന്യബ്രഹ്മാണ്ടങ്ങളിലെ ആത്മാക്കൾ നിരാകാരി അവസ്ഥയിൽ വസിക്കുന്നുണ്ട്. അവർ ഈ ഭൂമിയിൽ ഓൾമൈറ്റി അതോറിറ്റിയെയും പരിവർത്തന പ്രക്രിയയെയും അറിയുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. സൂക്ഷ്മജഗത്തിലെ ആത്മാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയും. ബാപ്പുജിയുടെ മാതാവ് പല പ്രാവശ്യം തൻ്റെ ദിവ്യവാഹനത്തിൽ ഉപരി ലോകങ്ങളിൽ പോയിട്ടുള്ളതായി ബാപ്പുജി പറഞ്ഞിട്ടുണ്ട്. യോഗിനി ദേവി ബാപ്പുജിയുടെ മാതാവിനെ തൻ്റെ ദിവ്യരഥത്തിൽ ഉപരി ലോകങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. പശ്ചിമാഫ്രിക്കയിലെ മാലി എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഡോഗോൺ ജനവിഭാഗത്തിന് അനേക നൂറ്റാണ്ടുകളായി സിറിയസ് എ, സിറിയസ് ബി എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ചും ആ നക്ഷത്രങ്ങളുടെ നിശ്ചിതമായ ഓർബിറ്റ് സൈക്കിൾസിനെ കുറിച്ചും അറിവുണ്ട്. സിറിയസ് എ വളരെ തിളങ്ങുന്ന നക്ഷത്രമാണെന്നും സിറിയസ് ബി തിളക്കം കുറഞ്ഞതാണെന്നും എന്നാൽ ഡെൻസ് മെറ്റീരിയൽ ആണെന്നും അവർക്കറിയാം. എന്നാൽ മോഡേൺ സയൻസിന് ഈ വിവരങ്ങൾ ലഭ്യമായിട്ട് വളരെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. അവർക്ക് അവരുടേതായ ഒരു പഞ്ചാംഗമുണ്ട്. കൂടാതെ അവരുടെ പുതുവർഷം സിറിയസ് നക്ഷത്രത്തിൻ്റെ ചലനത്തിന് ആനുപാതികമായിട്ടാണ് കണക്കാക്കുന്നത്. അവർ പറയുന്നു, ഈ വിവരങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളത് നക്ഷത്രങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ജീവികളാണ്. കൂടാതെ ഇന്ന് അവരോടൊപ്പം ജീവിക്കുന്നതായി അവർ പറയുന്നു. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റാത്ത ഒത്തിരി രഹസ്യങ്ങൾ നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളിൽ അഥവാ നക്ഷത്രമണ്ഡലങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോഴും താരാമണ്ഡലത്തിൽ നിന്നും അനേകം ആത്മാക്കൾ നമ്മുടെ ഭൂമിയിൽ സന്ദർശനം നടത്താറുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പരിശ്രമം ആവശ്യമാണ്. പരം ശാന്തി.